അതെന്തോയാണത് റോളിങ് നമ്മളിൻട്രോ ആ ബിഗ് ബിയുടെ ഫ്രണ്ടിൽ പോയി ഒന്ന് എടുക്കണം. ഏതെങ്കിലും നൈസ് അല്ല തണലുള്ളിടത്ത് പോയി നിൽക്കുക. നല്ല ചൂടറേ. ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഷവമി 14 അൾട്രയുടെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഫോട്ടോ ടെസ്റ്റിംഗ്. പക്ഷേ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്. നമ്മുടെ ടെക് എക്സ്പേർട്ട് കോൾമി ഷസാമുണ്ട്. പുള്ളി അവിടെ ഇത്തിരി ബിസിയാണ്. ഉടനെ നമ്മളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിന്ന് രാവിലെ എനിക്ക് തോന്നുന്നൊരു 8 മണിക്കൊക്കെ വന്നതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറേയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോസ് ഇമേജസൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ഷവമി 14 അൾട്ര റിവ്യൂ ചെയ്യാൻ വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് 2 റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നത്, മോട്ടോറോളയും സാംസങ്ങും. നമ്മൾ നല്ല വില കൂടിയ ഫോണായ ഷവമി 14 അൾട്ര റിവ്യൂ ചെയ്യാനാണ് വന്നത്. പക്ഷെ നല്ല ചൂടായിരുന്നു. മനുഷ്യൻ അയ്യോ, ഇത് പിന്നെ എടുത്ത് പറയാണ്, ചൂട് സമയത്ത് ഈ ഒരു സമയത്ത് ഫോട്ടോ ആപ്പ് കൂടുതൽ സമയം ഓൺ ചെയ്തിടരുത്. നല്ലപോലെ ചൂടാവും ഫോൺ, ഇറസ്പെക്റ്റീവ് ടു എനി ഫോൺ. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വാസ് ദാറ്റ് ഫാൻ ഓഫ് ദിസ് ഫോൺ മാൻ. ദിസ് ഇസ് വെരി നൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് സാർ എനിക്കിത് കൊടുത്തിട്ട് പോകണതിൽ. ഞാനിത് പിന്നെ ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു സന്തോഷമുണ്ട്. ബിക്കോസ് ഇത് അങ്ങനത്തുള്ള ആൾക്കാർക്കുള്ള ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഒരു പ്യുവർലി ഒരു സെൽഫോൺ എന്നുള്ള ഇപ്പോൾ S24 അൾട്ര പോലെയോ ഷിപ്പ് ഫോൺ അടിച്ചതാണ് ആ കേട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോണല്ല ദിസ് ഇസ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ X100 പ്രോയും വിവോ X100 പ്രോയും ഇതും പ്യുവർലി ഫോർ ഫോട്ടോഗ്രാഫേഴ്സ്, അവർക്ക് വേണ്ടി ഇറക്കിയ ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാത്തവർക്ക് ഷവമി 14 ഉണ്ട്. വെരി നൈസ് ഫോൺ. ഫോൺ കച്ചവടക്കാരനെ പോലെ കൊണ്ട് നടക്കുകയാണ് സാധനങ്ങൾ നടത്തും ഫോൺ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിലെ പ്രോ മോഡ് നൈസാണ്. പിന്നെ ഹൈലൈറ്റ്സ് ഒക്കെ ആണ്. ഹൈലൈറ്റ്സ്, ഷാഡോസ്, കുറച്ച് നല്ല ലൈറ്റിംഗ്, ഫിൽറ്റേഴ്സ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും നൈസായിട്ടുള്ളൊരു ബിക്കോസ് ഇത് ലൈക്കയുടെ തന്നെ ട്രേഡ് മാർക്കായിട്ടുള്ള കളറിങ് സിസ്റ്റം സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ നൈസ് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫേഴ്സ്. വീഡിയോ എടുത്ത് നോക്കിയാ വീഡിയോ സാമ്പിൾസ് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിൽ. നിഹാൽ ഫോട്ടോ കൊച്ചി നിഹാൽ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതെ അതെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ വീഡിയോ കേപ്പബിലിറ്റീസും ഉടനെ ഈ ഒരു റിവ്യൂവിൽ തന്നെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. 13 പോലെ സാധനങ്ങൾ ഈ സാധനത്തിൻ്റെ അകത്തുണ്ട്. ഫിൽറ്റർ കുറേ ഉണ്ട്. പിന്നെ കുറേ മറ്റേ ഇതുണ്ട്, സ്ട്രീറ്റ് മോഡുണ്ട്. ഇപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയൊക്കെ ഫാസ്റ്റ് ഷോട്ട്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇഷ്ടംപോലെ സാധനം പഠിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ മറ്റേ വേരിയബിൾ അപ്പർച്ചർ കൂട്ടാൻ കുറയ്ക്കാം. കംപ്ലീറ്റ്ലി ഒരു പ്രോ ലെവൽ ഫോൺ, പ്രോ ലെവൽ ക്യാമറയുള്ള ഫോൺ. ഇത് കുറച്ചുകൂടെ നമ്മൾ ഇൻറ്റൻസീവായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ റിസൾട്ട്സും എല്ലാം കൂടെ ഇട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഫോണൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് നീങ്ങുന്നത് കൈ ഫോൺ താത്തി വെച്ച് പോർട്രേറ്റ് ഫോട്ടോ ആണ് എടുക്കുന്നത്. കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൈസ്, ഒരു നാഷണൽ ജോഗ്രഫിക് ഫോട്ടോഗ്രാഫർ ഉറുമ്പിൻ്റെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ കാണാം. മാക്രോ കേപ്പബിലിറ്റീസാണ് അതൊക്കെ നോക്കണത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചൂട് സമയത്ത് ക്യാമറ ആപ്പ് ഓൺ ചെയ്യരുത്. സനീൻ്റെ ഫോൺ ചൂടായില്ലേ? ചെറുതായിട്ട് ചൂടാവും. സോ ദിസ് ക്ലൈമറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ കണ്ടിന്യൂസ് ഫോട്ടോഷൂട്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെരി ബാഡ്.
കണ്ടില്ലേ ഗൈസ്, ഒരു പാവം മോഡലിനെ രോദനം. ഞാനാണ് ബാക്ക് മൊത്തം എടുക്കണമല്ലോ, ചുമ്മാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ. Fun man. Fin. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ഫ്ലാഷിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് കാനൺ ലെൻസിന്റെ റിവ്യൂ. കാനൺ 24-105യുടെ പിന്നെ ഇഷ്ടം പോലെ ബി റോൾസ്, ഫോട്ടോ, കുറെ മോഡൽ ഷൂട്ട്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാവരും ആയിട്ടിരിക്കുക. ഈ ചാനലിലെ പ്രത്യേകത അങ്ങനത്തെ ബി റോൾസ് വിത്ത് ഫോട്ടോസ് ആണ്, അല്ലാതെ ഒരു യൂഷ്വൽ വ്ളോഗ് അല്ല. ഈ ചളി അടിക്കുന്ന പരിപാടിയാണ് അതിനെ പോലെ, അതല്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പറയാൻ പറ്റില്ല, നമ്മൾ ചിലപ്പോൾ ചളി ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായില്ലേ? യെസ് മാൻ. അപ്പോൾ ശരി ഗൈസ്, സൈനിങ് ഓഫ്. നമ്മൾ രണ്ടുപേരും ഒരേ സൗണ്ട് എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ രണ്ടുപേരും സൗണ്ട് ഒരുപോലെയാണ് പലരും പറയാറുണ്ട്. സ്വഭാവം പക്ഷേ ഡിഫറെൻ്റ് ആണ്. I am much more cooler.